സോ ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫാർമക്കോളജിയിൽ ഒരു ടോപ്പിക്കാണ്. ഞാൻ ഈ ഫാർമക്കോളജി എന്ന് പറഞ്ഞ ടോപ്പിക്ക് എടുക്കുന്നത് ഒരു ഡെമോ പോലെയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാലും മാത്രമാണ് ഞാൻ അടുത്തൊരു വീഡിയോയിലേക്ക് പോകത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യൂസും അതൊക്കെ വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ഒരു ഫാർമക്കോളജി ക്ലാസ് കണ്ടിന്യൂ ആയിട്ട് പോകുന്നത്. പിന്നെ അതൊരിക്കലും ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടല്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്രഗ്സിൻ്റെ കാര്യങ്ങളാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സോ അതിനു മുമ്പ് എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഫാർമക്കോളജി എന്താണ്? ഫാർമക്കോളജി എന്ന് പറയുന്നത് എന്താടാ? നമുക്ക് ഡ്രഗിനെ പറ്റി പഠിക്കുന്ന ഒരു സ്പെസിഫിക് ബ്രാഞ്ചാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. ഈ ഫാർമക്കോളജി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു ഫാർമക്കോളജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെം സ്റ്റുഡൻസിന് പറയുവാണെങ്കിൽ ഇത് നമുക്ക് ബ്രേക്ക് സെം ആണ് അല്ലേ. അതായത് സെമസ്റ്റർ ബാച്ച് നോക്കിക്കഴിയുമ്പോൾ ഫാർമക്കോളജി സബ്ജക്റ്റ് വരുന്ന സെം എന്ന് പറയുന്നത് ബ്രേക്ക് സെം ആണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക, ടഫായിട്ടെന്ന് വേണമെങ്കിൽ പറയല്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് റിവിഷൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ലപോലെ മറക്കാനായിട്ടും ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ക്ലിനിക്കൽ പോസ്റ്റിങ്സിനൊക്കെ പോകുന്ന സമയത്ത് പല പല ഡ്രഗ്സ് കാണുകയും അതിൻ്റെ യൂസൊക്കെ നമ്മൾ തന്നെ പഠിക്കുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ തിയറിറ്റിക്കലായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഫാർമക്കോളജി എന്ന് പറയുന്നത്. പിന്നെ ഫാർമക്കോളജിനെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവത്തില്ല. പക്ഷെ ഞങ്ങളുടെ സാർ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, യു വിൽ ബി സീയിങ് ദ മാജിക് ഓഫ് ഫാർമക്കോളജി അൺടിൽ വെൻ യു റീച്ച് എന്താ പറയുക, ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു കംഫോർട്ട് സോൺ ഇല്ലാതെ തന്നെ പോകുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഈ ഒരു ഫാർമക്കോളജി എന്ന് പറയുന്നത് എത്രമാത്രം, അതായത് ഈ ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാനിത് പറഞ്ഞു വെറുപ്പിക്കുന്നതല്ല, ഈ ഒരു സബ്ജക്റ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പറയും ആസ് എ നേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഡ്രഗ്സൊക്കെ പഠിക്കുന്നത്? നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ലല്ലോ. പക്ഷേ എന്താണ് പറയുന്നേടാ, നമ്മളാണ് ഒരു മെജോറിറ്റി ഓഫ് ടൈം പേഷ്യൻറ്റിൻ്റെ കൂടെ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കെന്താണ് ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഡയോറിറ്റിക്സ് എന്ന് പറയുന്ന, ഇപ്പോൾ അത് നമ്മൾ കാർഡിയോവാസ്കുലർ ഡ്രഗ്സിൻ്റെ ഒരു ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ റീനൽ സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്നതാണ് ഡയോറിറ്റിക്സ് എന്ന് പറയുന്നത്. 3 ടൈപ്പ് ഉണ്ട്: ഹൈ എഫിക്കസി, മോഡറേറ്റ്, ലോ എഫിക്കസി. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഡയോറിറ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ പൾമനറി എഡീമ പോലുള്ള കണ്ടീഷൻ, അതുപോലെ നമ്മുടെ ബോഡിയിൽ നിന്ന് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഡ്രഗാണ് ഡയോറിറ്റിക്സ്. നിങ്ങൾ പോസ്റ്റിംഗ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും ഫ്രൂസമൈഡ്, തയാസൈഡ് എന്നൊക്കെ നിങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു ഡ്രഗ്സ് ചിലപ്പോൾ നിങ്ങളത് ഓൾറെഡി 3rd സെമ്മിലേ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ അത് നമ്മൾ പൊതുവേ 3rd സെമ്മിൽ എക്സാം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് അധികം അങ്ങനെ ശ്രദ്ധിക്കത്തില്ല. സോ അപ്പോൾ ഈ ഡയോറിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കൂടുതലും രാത്രി ഡയോറിറ്റിക്സ് പ്രിഫർ ചെയ്യത്തില്ല. കാരണം എന്താണ്, ഡയോറിറ്റിക്സ് രാത്രി കഴിച്ച് കഴിഞ്ഞാൽ യൂറിൻ പോയി ഒത്തിരി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ്, പേഷ്യൻറ്റിന് നല്ലപോലെ ഉറക്കം കിട്ടാത്ത ഒരു അവസ്ഥ വരും. സോ അതുകൊണ്ട് തന്നെ ഡയോറിറ്റിക്സ് എന്ന് പറയുന്നതൊക്കെ നമുക്ക് രാത്രി കൊടുക്കാനായിട്ട് പാടില്ല. സോ അത് പിന്നെ നിങ്ങൾക്ക് ഇതെപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് ഒരു ഡ്രഗ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാരസെറ്റമോൾ. ഓക്കെ, ഇതിൽ ഏതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഈ ഒരു പാരസെറ്റമോൾ വരുന്നത്? ആൻറ്റിപൈററ്റിക്. ഇപ്പോൾ ഏതൊരു ഡ്രഗ് ചോദിച്ചാലും നിങ്ങൾ ഈ ഒരു ഹെഡിങ്സ് എഴുതുവാണെങ്കിൽ തന്നെ, ഈ ഒരു ഹെഡിങ് മാത്രമല്ല, ഈ ഒരു ഹെഡിങ് വെച്ച് ഈ ഒരു കംപ്ലീറ്റ് ഓർഡറിൽ എഴുതുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫാർമക്കോളജി ഒരിക്കലും നമുക്ക് കഥ എഴുതി വെക്കാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ചില സൈഡ് എഫക്ട്സ് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ നോസിയ, വോമിറ്റിംഗ്, ഫീവർ, ഹെഡേക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ചില ഡ്രഗ്സിന് നമുക്ക് കോമൺ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ, ഇപ്പോൾ ഇപ്പോൾ പാരസെറ്റമോളാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ആൻറ്റിപൈററ്റിക് ആണ്. മെക്കാനിസം ഓഫ് ആക്ഷൻ, അതെന്താണ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിൽ, നമ്മുടെ ടെമ്പറേച്ചർ ലോ ചെയ്യും. ഫാർമക്കോളജിക്കൽ ആക്ഷൻ എന്താണ്, തെറാപ്യൂട്ടിക് യൂസ് അല്ലെങ്കിൽ ഇൻഡിക്കേഷൻ ആർക്കൊക്കെ കൊടുക്കാം, ഫീവറിന് കൊടുക്കാം,
ഹെഡേക്കിന് കൊടുക്കാം, പെയിനൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അഡ്വേഴ്സ് ഡ്രഗ് എഫക്റ്റ് എന്ന് പറയുന്ന വേറൊരു പേരാണ് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഐ മീൻ പൊതുവേ പാരസെറ്റമോൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ലിവർ അടിച്ചു പോകുന്ന അതൊക്കെ നമുക്ക് ലിവർ ടോക്സിസിറ്റി എന്നൊക്കെ പറഞ്ഞിരുന്ന് എഴുതാനായിട്ട് പറ്റും. റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ഇപ്പോൾ പാരസെറ്റമോൾ ഏതൊക്കെ രീതിയിൽ കൊടുക്കാൻ പറ്റും, ഓറലിൽ കൊടുക്കാൻ പറ്റും, IM ഒക്കെ കൊടുക്കാൻ പറ്റും അല്ലേ, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ കോൺട്രാ ഇൻഡിക്കേഷൻ ആർക്കൊക്കെ കൊടുത്തുകൂടാ, അതായത് ലിവർ ഫെയിലിയർ ആയിട്ടുള്ളവർക്ക് അങ്ങനെ പാരസെറ്റമോൾ നമുക്ക് കൊടുത്തുകൂടല്ലോ. പിന്നെ അതിൻ്റെ ഡ്രഗിൻ്റെ ഇൻട്രാക്ഷൻ, ഫാർമക്കോളജിക്കൽ ആക്ഷൻ. പിന്നെ ഞാൻ പറയട്ടെ, ഈ ഡ്രഗ് ഇൻട്രാക്ഷനും ഫാർമക്കോളജിക്കൽ ആക്ഷൻ അല്ല കേട്ടോ, ഫാർമക്കോ കൈനറ്റിക്സ് ആണ്. ഞാൻ എഴുതിയത് തെറ്റായി പോയതാട്ടോ, ഞാനിപ്പോൾ തന്നെ അത് മാറ്റിയേക്കാം, കാരണം എഴുതിയപ്പോൾ തെറ്റാണ്. അത് ഫാർമക്കോ കൈനറ്റിക്സ് ആണ്. ഇത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. ഇത് ഫാർമക്കോ കൈനറ്റിക്സ് എന്നാട്ടോ, കൈനറ്റിക്സ് എഴുതിയപ്പോൾ മിസ്റ്റേക്ക് അതാണ്. അപ്പോൾ ഫാർമക്കോ കൈനറ്റിക്സ് എല്ലാത്തിലും എഴുതിയില്ലെങ്കിലും ഈ ഒരു ഹെഡിങ് ഉണ്ടാവണം, നിങ്ങളതിനെപ്പറ്റി കുറച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് ഒരു ഡ്രഗ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത്. ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് എടുക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് ഇതൊന്നും കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാനതിൻ്റെ കുറച്ച് ഈ ഒരു നോട്ടെന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുന്നത്, ഞങ്ങളുടെ സാറ് ഉണ്ടാക്കിയൊരു നോട്ടാണ്. വളരെ നല്ല നോട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഒത്തിരിയേറെ നല്ല ടെക്സ്റ്റ് ബുക്സ് ഉണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഈ ഒരു നോട്ട് പഠിച്ചത് തന്നെ നമുക്ക് അത്യാവശ്യം നിങ്ങൾക്ക് സിമ്പിളായിട്ട് എങ്ങനെയാണോ ഫാർമക്കോളജി പഠിപ്പിക്കാൻ പറ്റുന്നത് അതാണ് ഞാൻ നോക്കുന്നത്. സോ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാതെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കത്തില്ല, ഞാൻ മാക്സിമം വായിച്ചിട്ട് തന്നെയായിരിക്കും പോകുന്നത്. ഒരു സിംഗിൾ വേർഡും നിങ്ങൾക്ക് മിസ്സാവാതെ നോക്കാനായിട്ട് ഞാൻ മാക്സിമം നോക്കാം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് എൻഡോക്രൈൻ ഡിസോർഡേഴ്സിൽ ഡയബറ്റിക്സ് മെല്ലിറ്റസിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. അപ്പം നമ്മൾ ഫസ്റ്റിലേ തന്നെ ബോറടിപ്പിക്കരുത്. കാരണം ഫസ്റ്റിലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഭയങ്കര പാടുള്ള കാർഡിയോവാസ്കുലറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാർമക്കോളജി വരുത്തു. അതുകൊണ്ടാണ് ഞാൻ എൻഡോക്രൈൻ എടുത്തേക്കുന്നത്. സോ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാം. ഡ്രഗ്സ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡയബറ്റിസ് മെല്ലിറ്റസ് ഓർ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ആ ഒരു ഹെഡിങ് ആണ് നമുക്ക് ബേസിക്കായിട്ട് എഴുതേണ്ടത്. അതിനു മുന്നേ നിങ്ങൾക്ക് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്താണെന്ന് അറിയണം. ഏതൊരു ഡിസീസ് കണ്ടീഷനും ഡ്രഗ് കൊടുക്കുന്നത് എന്താണ്, മാൻഡേറ്ററി ആയിട്ടൊരു കാര്യമാണ് അല്ലേ. പക്ഷേ ആ ഒരു ഡിസീസ് കണ്ടീഷൻ എന്താണ് കോസ് ചെയ്യുന്നത്, ആ ഒരു കോസ് നമ്മൾ തടയാനാണ് നമ്മൾ ഈ ഒരു ഡ്രഗും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡയബറ്റിസ് മെല്ലിറ്റസ് നമ്മൾ പണ്ട് കാലം മുതലേ കേൾക്കുന്നതാണ്. സിമ്പിളായിട്ട് നമുക്ക് പറയാം ഷുഗർ പേഷ്യൻസ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്, ഡയബറ്റിസ് മെല്ലിറ്റസ് അല്ലെങ്കിൽ എന്താണ് ഹൈപ്പർഗ്ലൈസീമിയ എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഡയബറ്റിസ് മെല്ലിറ്റസ്, അതായത് DM എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം, ഈസ് എ ഗ്രൂപ്പ് ഓഫ് മെറ്റബോളിക് ഡിസോർഡേഴ്സ് ക്യാരക്ടറൈസ്ഡ് ബൈ chronic hyperglycemia associated with disturbance of carbohydrate, fat and protein metabolism due to absolute or relative deficiency in insulin secretion and or insulin action. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിയിലെ എന്താണ് ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് ഇൻസുലിനാണ്. ഇൻസുലിൻ എവിടെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്, ഐസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്ന പാൻക്രിയാസിൽ നിന്നാണ് ഈ ഒരു ഇൻസുലിൻ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഒരു ടൈമിൽ, അതായത് 3 ടൈപ്പ് ഓഫ് എന്താണ് ഡയബറ്റിസ് മെല്ലിറ്റസ് ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ നമുക്ക് പറയാം. അതിനു മുന്നേ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുമ്പോൾ എന്താണ്, ക്രോണിക് ആയിട്ടുള്ള ഒരു മെറ്റബോളിക് ആയിട്ടുള്ള ഒരു ഡിസോർഡറാണ്. എന്താണ്, ഹൈ ഷുഗർ ലെവൽ വരും. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റിക്സ്, ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട് ആൻഡ് ടൈപ്പ് 3 ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് 4 ഉണ്ട്. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഡ്യൂ ടു ഐസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഡിസ്ട്രക്ഷൻ, ഐദർ ഇമ്മ്യൂൺ മീഡിയേറ്റഡ് ഓർ ഇഡിയോപതിക്. ഇഡിയോപതിക്കിൻ്റെ മീനിങ് എന്താ, നമുക്ക് കോസ് അറിയില്ലാത്തൊരവസ്ഥേനെയാണ് ഇഡിയോപതിക് എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ചിലവർക്ക് ജനിക്കുമ്പോഴേ തൊട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ആ ഒരു
എന്താ പറയുന്നത്, ഐസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, എന്താണ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ നോർമലി എല്ലാവർക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ചിലർക്ക് എന്താണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ അതിനെ നമുക്ക് വേണമെങ്കിൽ ജുവനൈൽ ഡയബറ്റിക് മെലിറ്റസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. അതായത് ജനിക്കുമ്പോൾ തൊട്ടേ എന്താണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അവർക്ക്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ ഞാൻ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകും. ആൾക്ക് വേറെ ഒരു വഴി ഉണ്ടാവത്തില്ല. ഇൻസുലിൻ ലൈഫ് ലോങ് ആൾ എത്ര നാളാണോ ജീവിക്കുന്നത് അത്രയും നാളും ടൈപ്പ് 1 പേഷ്യൻസ്, ഡയബറ്റിസ് പേഷ്യൻസ് എന്താണ് ഇൻസുലിൻ എടുത്തേ ആവണം. കാരണം ടൈപ്പ് 1ൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ് അവിടെ ഇൻസുലിൻ അവിടെ ഉണ്ടാവുന്നില്ല. ഇനി ടൈപ്പ് 2 എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ നോർമലി ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ, നമ്മൾ ഓവറായിട്ട് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാവുന്നൊരു ഇതാണ്. ഐ മീൻ യൂഷ്വലി ഒരു 45 ഇയേഴ്സ് പ്ലസ് ഏജിലുള്ളവർക്കൊക്കെയാണ് ഷുഗർ വരുന്നത്. ഓക്കെ. പിന്നെ ടൈപ്പ് 3 എന്ന് പറയുന്നത് ചില ഡ്രഗ്സ്, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഇപ്പോൾ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ഒക്കെ കാരണം എന്താണ് നമുക്ക് ഈ ഒരു ഡയബറ്റിസ് മെലിറ്റസ് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ടൈപ്പ് 4 എന്ന് പറയുന്നത് ജസ്റ്റേഷണൽ, അല്ലെങ്കിൽ അതായത് ഡ്യൂറിങ് പ്രഗ്നൻസി. ജസ്റ്റേഷണൽ എന്ന് പറയുന്ന ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താടാ, അതായത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം, അതായത് കുട്ടി ജനിച്ച് കഴിയുമ്പോഴല്ല, പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സമയത്ത് ഷുഗർ വരുന്നുണ്ട്. നമ്മൾ പല കേസസ് അങ്ങനെ കണ്ടിട്ടുണ്ടാവും, ഷുഗർ കൂടുന്ന ഒരു കണ്ടീഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പം 3 അല്ല ശരിക്കും പറഞ്ഞാൽ 4 ടൈപ്പാണ് ഉള്ളത് അല്ലേ. ഇനി പാൻക്രിയാറ്റിക് ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്, ബീറ്റ സെൽസ് ആണ്. ബീറ്റ സെൽസിലെ ഐസ്ലെറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആണ് എന്താണ് നമ്മുടെ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന. ഇൻസുലിനാണ് നമ്മുടെ ബോഡിയിലുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിനെ ഡിക്രീസ് ചെയ്യാതെ സഹായിക്കുന്നത്. പിന്നെ ആൽഫ സെൽസ് എന്ന് പറയുന്നത് എന്താണ്, ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ ഇൻക്രീസ് ചെയ്യും. അതായത് മൊത്തത്തിലൊരു ഇക്ലൂബറിയാണ് അവിടെ എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ അതെന്താണ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ ആൽഫ സെൽസും ബീറ്റ സെൽസും. അപ്പോൾ നമുക്ക് ഇതല്ല ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേണ്ടത് ഫാർമക്കോളജിയിൽ എന്ന് പറയുന്ന ഡ്രഗാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഇതിലേക്ക് പോവാം. ഇതൊരു 15 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ടാണ് എടുക്കുന്നത്. പാർട്ട് 1 ആണ് ഇപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് 1 ആണ് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിങ്ങനെ വരയും കുത്തുമൊക്കെ കാരണമുകൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല എങ്കിൽ ഞാനിത് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു നോട്ട് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. നല്ല നോട്ട് എടുത്തിട്ട് ഞാൻ തന്നെ ഇത് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് പ്രോബ്ലമൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാം. ഇത് വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാം. മാക്സിമം ഞാൻ വായിക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് 1 ആണ് ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് 1 ആണ് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്, ഇഞ്ചക്റ്റബിളും ഉണ്ട്, അതുപോലെ തന്നെ ഓറലി കൊടുക്കുന്നുമുണ്ട്. ഓക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചക്റ്റബിളിലാണ് ഇൻസുലിൻ നമ്മൾ എടുക്കുന്നത്. ഒരിക്കലും ഓറലി നമ്മൾ ഇൻസുലിൻ എടുക്കുന്നില്ല. ഓക്കെ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പലരും തെറ്റ് വരുത്തുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കുക, ഇഞ്ചക്റ്റബിളിലാണ് കൂടുതലായിട്ടും നമ്മുടെ ഇൻസുലിൻ വരുന്നത്. ഒരിക്കലും ഓറലിൽ ഇൻസുലിൻ വരുന്നില്ല. ഓക്കെ, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഫസ്റ്റ് 1 ആണ് ഇഞ്ചക്റ്റബിൾ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് 1 ആണ് ഇൻസുലിൻ, അതുപോലെ തന്നെ ഇൻക്രൈറ്റിൻ മിമിറ്റിക്സ്. അതിലെ എക്സാമ്പിളാണ് എക്സിനാറ്റൈഡ്, ലിറാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറയുന്നത്. അത് പല പ്രൊണൗൺസിയേഷനാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് അതനുസരിച്ച് നിങ്ങൾ നോക്കുക. പിന്നെ ഉള്ളതാണ് അമൈലിൻ അനലോഗ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പ്രാംലിറ്റിനൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷനിൽ ഇഞ്ചക്റ്റബിൾ ഉണ്ട്, ഓറൽ ഉണ്ട്, അതുപോലെ തന്നെ ബൈഗ്വാനൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ തയോസോലൈഡയോൺസ് ഉണ്ട്, അതുപോലെ തന്നെ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ പെപ്റ്റിഡൈസ് IV ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്. ഇത്രയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മൾ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റിൽ നിങ്ങൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പക്കായിട്ട് പഠിക്കുക. ഫസ്റ്റ് ഇഞ്ചക്റ്റബിൾ ഉണ്ട്, ഓറൽ ഉണ്ട്, അതുപോലെ തന്നെ
ബൈഗ്വാനൈഡ്സ് ഉണ്ട്. നമ്മൾ കൂടുതലും കണ്ടുവരുന്നതാണ് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്നത്. പിന്നെ തയാസോ ലൈറ്റ് നീ ഡയോൺസ്, പിന്നെ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ്, പിന്നെ പെപ്റ്റിഡേസ് IV ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇഞ്ചക്റ്റബിളിൽ വരുന്ന ഏതൊക്കെയാണ്? ഇൻസുലിൻ ഉണ്ട്, ഇൻക്രൈറ്റിൻ, മിമിറ്റിക്സ് ഉണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് എക്സ്നാറ്റൈഡ്, ലിറാഗ്ലൂട്ടൈഡ്, പിന്നെ അമൈലിൻ അനലോഗ്. അതിൻ്റെ എക്സാമ്പിളാണ് പ്രാംലിൻറ്റൈഡ് എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് ഓറൽ ആൻറ്റി ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ് എന്ന് പറയുന്നത്. അത് ഫസ്റ്റാണ് സൾഫോണൈൽ യൂറിയാസ്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൈമിപിരൈഡ്, ഗ്ലൈപ്പിസൈഡ്, അതുപോലെ തന്നെ ഗ്ലൈസാസൈഡ്, ഗിബൻക്ലമൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ നമുക്ക് ഈ ഇൻസുലിനിൽ, അതായത് ഓറൽ ഡ്രഗിൽ ഫസ്റ്റ് വന്ന എന്താണ്? ഇൻസുലിൻ സെക്രീറ്റോ ഗോഗ്സ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സൾഫോണൈൽ യൂറിയേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൾഫോണൈൽ യൂറിയേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ജനറേഷനും ഉണ്ട്, സെക്കൻഡ് ജനറേഷനും ഉണ്ട്. ഫസ്റ്റ് ജനറേഷൻ നിങ്ങൾ എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല, കാരണം അത് അധികം യൂസ് ചെയ്യുന്നില്ല. സെക്കൻഡ് ജനറേഷനാണ് ഗ്ലൈമിപിരൈഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗ്ലിപ്പിസൈഡ്, ഗ്ലൈലസൈഡ്, അതുപോലെ തന്നെ ഗ്ലൈബൻ ക്ലമൈഡ് എന്ന് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുമാതിരി ആയിരിക്കാം, പക്ഷേ നമ്മളിത് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഏകദേശം നമ്മളിന്ന് റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് കിട്ടും. പിന്നെ ഉള്ളതാണ് ഈ ഇൻസുലിൻ സെക്രീറ്റഗോഗ്സിൽ, അതായത് ഓറൽ ആൻറ്റി ഡയബറ്റിക്കിലെ BAയിൽ നമ്മൾ നോക്കി. ഇനി വരുന്നത് അതിൽ സൾഫോണൈൽ യൂറിയേസ് നോക്കി. സെക്കൻഡ് വണ്ണാണ് മെഗ്ലിറ്റിനൈഡ് അനലോഗ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാത്തിൻ്റെയും എൻഡ് എന്ന് പറയുന്നത് ഗ്ലിനൈഡ് എന്ന് പറയുന്നതായിരിക്കും വരുന്നത്. അതായത് റെപ്പാഗ്ലിനൈഡ്, നാറ്റിഗ്ലിനൈഡ്, അതായത് എൻഡ് എന്ന് പറയുന്നത് ഗ്ലിനൈഡ് ആയിരിക്കും. അതായത് മെറ്റാഗ്ലിനൈഡ് അനലോഗ്സ് എന്ന് പറയുന്നതിൽ അതായത് ഓറലി കൊടുക്കുന്ന ഡ്രഗ്സിൻ്റെ ഈ മെറ്റാഗ്ലിനൈഡിലെ എല്ലാം എൻഡിൽ ഗ്ലിനൈഡ് ആയിരിക്കും. അതായത് നാറ്റിഗ്ലിനൈഡ്, റെപ്പാഗ്ലിനൈഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വണ്ണാണ് ബൈഗ്വാനൈഡ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് ഇപ്പോഴേ പഠിച്ചു പോവാം. ഫസ്റ്റ് എന്താണ്? ഇൻജക്റ്റബിൾ ആണ്. അതിൽ ഇൻസുലിൻ ഉണ്ട്, ഇൻക്രറ്റൈൻ, മിമിറ്റിക്സ് ഉണ്ട്. അതിൽ ഒരെണ്ണെങ്കിലും പഠിക്കുക. ഗ്ലൂട്ടൈഡ്, ലിറാഗ്ലൂട്ടൈഡ്, പിന്നെ അമൈലൈൻ അനലോഗ്സ് ഉണ്ട്. അതാണ് പ്രാംലിൻറ്റൈഡ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഓറൽ ആൻറ്റി ഡയബറ്റിക്സ്. അതിൽ ഫസ്റ്റാണ് ഇൻസുലിൻ സെക്രീറ്റഗോഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൾഫോണ യൂറിയൽസ് ഫസ്റ്റ് ജനറേഷനുണ്ട്, സെക്കൻഡ് ജനറേഷനുണ്ട്. സെക്കൻഡ് ജനറേഷനിലുള്ളതാണ് ഗ്ലൈമിപിരൈഡ് എന്ന് പറയുന്നത്. പിന്നെ മെഗ്ലിറ്റിനൈഡ് അനലോഗ്സ് എന്ന് പറയുന്നതിലാണ് നാറ്റിഗ്ലിനൈഡ്, റെപ്പാഗ്ലിനൈഡ്. പിന്നെ ബൈഗ്വാനൈഡ്സ് ആണ് മെറ്റ്ഫോർമിൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് തയോസോലിഡ്നി ഡയോൺസ് എന്ന് പറയുന്നത്. ഇത് ഇൻസുലിൻ സെൻസിറ്റൈസേഴ്സ് ആണ്. അതിൻ്റെ എക്സാമ്പിളാണ് പയോഗ്ലൈറ്റസോൺ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ എക്സാമ്പിൾ? എന്താണ്? പയോഗ്ലൈറ്റസോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ തയാസോലിഡ് നിയോഡൈൻസ് എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് എല്ലാം ബോസ് എന്ന് പറയുന്ന ഇതിൽ എൻഡിയും, അക്കർ ബോസ്, അതുപോലെ തന്നെ വോഗ്ലി ബോസ്. ഇനിയുള്ളതാണ് പെപ്റ്റിഡേസ് IV ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ എല്ലാം എൻഡ് എന്ന് പറയുന്നത് ഗ്ലിപ്റ്റൺ എന്ന് പറയുന്നതിലായിരിക്കും ഉണ്ടാവുന്നത്. അതായത് അതിൻ്റെ എൻഡിലുള്ളത് എന്താണ്? ഗ്ലിപ്റ്റൺ ആയിരിക്കും. അപ്പം സിതാഗ്ലിപ്റ്റൈൻ ആൻഡ് സാക്സാഗ്ലിപ്റ്റൈൻ, സീത അങ്ങനെ ഓർത്തിരിക്കുക. ഗ്ലിപ്റ്റൺ എന്ന് പറയുന്നതായിരിക്കും. പെപ്റ്റിഡേസ് IV ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സീറ്റാഗ്ലിപ്റ്റാൻ, അതുപോലെ തന്നെ സാക്സാഗ്ലിപ്റ്റാൻ എന്ന് പറയുന്നതായിരിക്കും എൻഡ് എന്ന് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്നതാണ് സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് 2 ഇൻഹിബിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് മെയിനായിട്ട് ബേസിക്കായിട്ട് 5 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. കേൾക്കുമ്പോൾ കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആകും, കാരണം ഇപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഫസ്റ്റിലേ തന്നെ ഡ്രഗ് എല്ലാം നമുക്ക് ഓർമ്മയുണ്ടാവില്ല. ചില ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക.
ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇന്ന് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. കാരണം ഇത് നമുക്ക് അടുത്ത വീഡിയോയിൽ തൊട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. ക്ലാസിഫിക്കേഷൻ എന്തായാലും നിങ്ങൾ ഇന്ന് തന്നെ ജസ്റ്റ് നോക്കുക, ആൻഡ് അടുത്ത വീഡിയോയിൽ ബാക്കി എടുക്കാം. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എനിക്കറിയാം ഫാർമക്കോളജി എന്ന് പറയുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്, പക്ഷേ മര്യാദയ്ക്ക് നമ്മൾ അത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് അത് നല്ലപോലെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ആൻഡ് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഇന്ന് ഞാൻ ക്ലാസിഫിക്കേഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അതിൽ ഇൻജെക്റ്റബിൾ ഉണ്ട്, ഓറൽ ആൻറ്റി ഡയബറ്റിക് ഉണ്ട്, അതുപോലെ തന്നെ ബൈഗ്വാനൈഡ്സ് ഉണ്ട്, തയാസോലിഡ്നിഡയോൺസ് ഉണ്ട്, അതുപോലെ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ് IV ഇൻഹിബിറ്റേഴ്സ് ഉണ്ട്, സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്ഫർ ടു ഇൻഹിബിറ്റേഴ്സ്. അതായത് ഇത് ക്ലാസിഫിക്കേഷനാണ്. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നിന്നാണ് പല പല ഡ്രഗ്സ് ഫോം ചെയ്യുന്നത്. ഇപ്പോൾ അതിൽ ഇൻസുലിൻ, അതായത് ഇൻജെക്റ്റബിളിൽ എന്തായാലും നമുക്ക് ഇൻസുലിൻ എഴുതാമല്ലോ, ഓക്കെയാണ്, ഇൻസുലിൻ എഴുതാം, അതെങ്കിലും ഓർത്തിരിക്കാം. ഇനി ഓറൽ ആൻറ്റി ഡയബറ്റിക്കിൽ നിങ്ങൾക്ക് സൾഫോണൈൽ യൂറിയാസ് എഴുതുക. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഏതാണ്, ഗ്ലൈമിപിരൈഡ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് ജനറേഷനും ഉണ്ട്, സെക്കൻഡ് ജനറേഷനും ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക. അതിൽ സെക്കൻഡ് ജനറേഷനിലെ 2 ഡ്രഗിൻ്റെ എക്സാമ്പിൾ ഗ്ലൈമിപിരൈഡ്, ഗ്ലിപ്പിസൈഡ് എന്ന് പറയുന്നതാണ്. പിന്നെ ഉള്ളതാണ് ബൈഗ്വാനൈഡ്സ് എന്നാട്ടോ, ബൈഗ്വാനൈഡ്സ് അതാണ് അതിൻ്റെ എക്സാമ്പിളാണ് മെറ്റ്ഫോർമിൻ. എന്താണ് മെറ്റ്ഫോർമിൻ? ബൈഗ്വാനൈഡ്സിൻ്റെ എക്സാമ്പിൾ മെറ്റ്ഫോർമിൻ. പിന്നെ ഉള്ളതാണ് തയാസോലിഡ്നിഡയോൺസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് പയോഗ്ലിറ്റാസോൺ. പിന്നെ ഉള്ളതാണ് ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ്, അതാണ്. അപ്പോൾ ആൽഫ ഗ്ലൂക്കോസിഡേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അതായത് നമ്മുടെ ഗ്ലൂക്കഗോൺ ആണല്ലോ ബ്ലഡ് ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് ഷുഗർ ലെവൽ അധികം കൂടത്തില്ല. ഓക്കെ, അതിൻ്റെ ബോസ് എന്ന് ഓർത്താൽ മതി, അഗർബോസ്, വോഗ്ലിബോസ്. പിന്നെ ഡൈപെപ്റ്റിഡൈൽ പെപ്റ്റിഡേസ്, DPIV ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ ഷോർട്ട് ഫോം എടുക്കുക. അത് ഗ്ലിപ്റ്റാൻ എന്ന് പറയുന്നത്. അപ്പോൾ സീതാഗ്ലിപ്റ്റാൻ, സാക്സഗ്ലിപ്റ്റാൻ, പിന്നെ സോഡിയം ഗ്ലൂക്കോസ് കോ ട്രാൻസ്പോർട്ട് ടു ഇൻഹിബിറ്റേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ആ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അതായത് അത് ഞാൻ പറയാൻ മറന്നതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്താണ്? ന്യൂട്രീഷണൽ മാനേജ്മെൻറ്റ്, എക്സസൈസ് മോണിറ്ററിങ്, അതുപോലെ തന്നെ ഫാർമക്കോളജിക്കൽ തെറാപ്പി, എഡ്യൂക്കേഷൻ. ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനിയുള്ളത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ എന്താണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുക. അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം തന്നെ ഞാൻ ഇൻജെക്റ്റബിൾ ഓറലും ഓരോന്നോരോന്ന് പറയുന്നതായിരിക്കും. മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. കാരണം ഫാർമക്കോളജി കുറച്ച് പെട്ടെന്നങ്ങ് മനസ്സിലാവാൻ, അത് ജസ്റ്റ് തിയററ്റിക്കലിനേക്കാളും കൂടുതൽ ജസ്റ്റ് റിവിഷനാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.